കർണാടക ചലച്ചിത്ര ലോകത്ത് വളരെ ഏറെ ആരാധിക്കപ്പെട്ട നടനായിരുന്നു പുനീത് രാജ്കുമാർ. അദ്ദേഹം അന്തരിച്ചിട്ട് 3 കൊല്ലം തികയുകയാണ്. വിടവാങ്ങി 3 കൊല്ലം കഴിഞ്ഞുപോയെങ്കിലും പുനീതിൻ്റെ ഓർമ്മകളുള്ള മണ്ണിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും ഒഴുകിയെത്തുന്നു. പ്രശസ്ത കന്നഡ നടൻ രാജ്കുമാറിൻ്റെ മകനാണ് പുനീത് രാജ്കുമാർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരാൾ കൂടിയാണ് ഈ രാജ്കുമാർ. അദ്ദേഹത്തിൻ്റെ മകനാണ് പുനീത്. ನಿನ್ನ ಕಂಗಳ ಬಿಸಿಯ ಹನಿಗಳು 100 ಕಥೆಯ ಹೇಳಿವೆ. ನಿನ್ನ ಪ್ರೇಮದ ನುಡಿಯ ಕೇಳಿ 100 ನೆನಪು ಮೂಡಿವೆ. കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് പലരും ബംഗളൂരു കണ്ടീരവ നഗറിലേക്ക് എത്തുന്നത്. കന്നഡ ഗ്രാമങ്ങളിൽ നിന്ന് അതിരാവിലെ എത്തി സമാധി കേന്ദ്രം തുറക്കുന്നതിനായി കാത്തിരിക്കും. ತಂದೆಯಾಗಿ ತಾಯಿಯಾಗಿ ಮಮತೆಯಿಂದ ಬೆಳೆಸಿದೆ, ಬಿಸಿಲು ಮಳೆಗೆ ನರಳದಂತೆ. ಅಷ್ಟು ವರ್ಷ ಅಂದ್ರೆ ಹುಡುಗರಿಗೆ ಜನಗಳಿಗೆಲ್ಲ ಅಭಿಮಾನಗಳೇ ಎಲ್ಲದಕ್ಕೂ ಮುತ್ತುವರ್ಜಿಗೆ ಅವ್ರು ಎಲ್ಲದಕ್ಕೂ ಅಭಿಮಾನ ಪೂರ್ತಿ ನಡೆಸಿದ್ರು. ಅವ್ರನ್ನ ನೋಡ್ಬೇಕು ಅನ್ನೋದು ಒಂದು ಖುಷಿ ಇತ್ತು. ಅದನ್ನೇನೋ ಚಿಕ್ಕ ವಯಸ್ಸಿಗೆ ಹೊರಟೋದ್ರು. അത് ಒಂದು ആശ എന്നത് ഇത്തല ജനಕ್ಕೆ ಬಂದಿದ್ವಿ. പുനീതിനെ സ്നേഹിച്ചു മതിവരാത്ത പുതിയ തലമുറ കയ്യിലൊരു റോസാപ്പൂ കരുതും. ಬಿಸಿಲು ಮಳೆಗೆ ನರಳದಂತೆ ನಿನ್ನ ನೆರಳಲಿ ಸಲಹಿದೆ, ಆ ಪ್ರೀತಿಯ ಮನ ಮರೆವುದೇ. ಅವ್ರು ಸತ್ರು ನಮ್ಗೆ ಯಾವಾಗಿದ್ರು ಫ್ಯಾನ್ ಅವರು. ಸತ್ರು ಅಂತ ನಾವು ಫ್ಯಾನ್ ಬಿಟ್ಟಾಕಿಲ್ಲ, ನಾವು ಯಾವಾಗಿದ್ರು ನಮಗೆ ಫ್ಯಾನ್ ಅವರು. അടങ്ങാത്ത ആരാധന മാത്രമല്ല, അതിനപ്പുറം വർഷങ്ങൾ താണ്ടിയാലും നിലനിൽക്കുന്ന ഹൃദയബന്ധത്തിന്റെ നേർ സാക്ഷ്യമാണിത്. സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 ബംഗളൂരു.